ഓം ശാന്തി. സൈലൻസ് മെഡിറ്റേഷനിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ചക്രയെക്കുറിച്ചും മുദ്രയെക്കുറിച്ചും ഡീപ് ബ്രീതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധി ചക്രയെ ആക്ടിവേറ്റ് ആക്കുന്നതിൽ എത്രമാത്രം നിറത്തിന് പ്രാധാന്യമുണ്ട്, ഹസ്തമുദ്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വിശുദ്ധി ചക്ര നമ്മുടെ ശരീരത്തിലെ ഏതെല്ലാം ഓർഗൻസ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, വിശുദ്ധി ചക്ര ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം, അതുപോലെ രണ്ട് മുദ്രയെക്കുറിച്ച് നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തി. ഒന്ന് വായുമുദ്ര, രണ്ടാമത്തത് ആകാശമുദ്ര. വായുമുദ്ര ചെയ്യുന്നതിലൂടെ ആസ്തമ, അതുപോലെ തന്നെ പല രീതിയിലുള്ള അലർജീസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അത് കാരണമാകുന്നുണ്ട്. അത് ആസ്തമ പോലുള്ള അലർജി പോലുള്ള അസുഖത്തിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകും. ആകാശമുദ്ര ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രധാനമായും മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങള്, അതുപോലെ പലർക്കും സൈനസൈറ്റിസ് ഉണ്ടാകാം, ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രക്രിയ അഥവാ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആൽഫ ടെക്നിക് ഹീലിംഗ് ആണ്. അപ്പൊ ഈ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഹീലിംഗ് ടെക്നിക് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും തന്നെ കുറഞ്ഞത് 2 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ വളരെയധികം ആരോഗ്യപൂർണമാക്കി വെക്കുന്നതിൽ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അഥവാ ഈ ഒരു ഹീലിംഗ് പ്രോസസ് ചെയ്യുന്നത് ഗുണകരമാക്കാനും അഥവാ ആ ഒരു എഫക്റ്റ്, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഇത് സഹായിയാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും വെള്ളം കുടിച്ചിരിക്കാം. അപ്പൊ നമുക്ക് ഈ എല്ലാ വിധികളെയും ഒന്നും കൂടി മനസ്സിൽ കൊണ്ടുവരിക. അതായത് നമ്മൾ ഇന്ന് സൈലൻസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് വിശുദ്ധി ചക്രയായിട്ടാണ്. വിശുദ്ധി അർത്ഥം വിഷത്തെ ശുദ്ധീകരിക്കുക, നമ്മുടെ ബോഡിയിലുള്ള അശുദ്ധതയെയും അതുപോലെ മനസ്സിന്റെ അശുദ്ധതയെയും അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധി ചക്രയുടെ പ്രവർത്തനം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സെൽഫ് എക്സ്പ്രസ് ചെയ്യുക, അതായത് ഓപ്പൺനെസ് ഉണ്ടാവുക, മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്. അപ്പൊ ഇതിനൊരു തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് ഇത് എഫക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാട്ടുകളിലൂടെ, അതായത് നമ്മൾ നിത്യാഭ്യാസം ചെയ്യുമ്പോൾ പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടുകയും, അതുമല്ല നമ്മളെ കൊണ്ട് ഓം മന്ത്ര ജപിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഓം മന്ത്ര നമ്മൾ ജപിക്കുന്നതിലൂടെയും നമുക്ക് ഇതിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുദ്രയുടെ പ്രത്യേകത നമുക്കറിയാം. വായുമുദ്ര, അതുപോലെ ആകാശമുദ്ര. നമ്മൾ എപ്പോഴും സ്മൃതിയിൽ ഉണ്ടാകണം. വായുമുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തം ഫിംഗറിന്റെ കടഭാഗത്തായി വെക്കുക, തം ഫിംഗർ അതിന്റെ മുകളിലായി പ്രസ് ചെയ്ത് വെക്കുക. ഇതില് ചിലപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ഹെയർ ലോസ് ഉണ്ടാകുന്നതിൽ നിന്നും മുക്തി ഉണ്ടാകുന്നു. അതുപോലെ നമ്മളുടെ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാനും ഇത് ഒരു പരിധിവരെ സഹായിക്കും. ആകാശമുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗറും അതുപോലെ തന്നെ നമ്മുടെ തം ഫിംഗറിന്റെ അഗ്രഭാഗം കൂട്ടിച്ചേർത്ത് വെക്കാം. ബാക്കിയുള്ള വിരലുകൾ സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ ഒരു അഭ്യാസം നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കൂടുതലായിട്ടും നമ്മൾ അനുഭവപ്പെടുന്ന മൈഗ്രെയിൻ പോലുള്ളത്, അതുപോലെ തന്നെ സൈനസ് രോഗങ്ങളൊക്കെ നമ്മളിൽ നിന്നും വിട്ടകന്നു പോകും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിത്യ അഭ്യാസികളായിരിക്കാം. അല്ലെങ്കിൽ 1 മാസം 2 മാസം കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 30 to 40 മിനിറ്റ്സ് ഇതിന്റെ പ്രയോഗം നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ നമ്മൾ ടൈം കണ്ടെത്തേണ്ടത് മോർണിംഗ് സമയം അതുപോലെ തന്നെ ഈവനിങ് 2 സമയത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ
ഒരു 20 മിനിറ്റ്സ് രാവിലെ 20 മിനിറ്റ്സ് ഈവനിങ് ചെയ്യുകയാണെങ്കിലും ആ ഒരു 40 മിനിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ അതിലൂടെ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ അതിനെ നമ്മൾ തന്നെ ഹീൽ ചെയ്ത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നിറത്തിന്റെ പ്രത്യേകത, നിറം നമുക്ക് വളരെയധികം ഗുണകരമാണ്. അത് ശാന്തിയുടെയും അതുപോലെ തന്നെ ക്വൈറ്റ്നെസ്സിന്റെയും ശാന്തതയുടെ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും. പിന്നീട് ബ്രോഡ്നെസ്, നമ്മുടെ മൈൻഡ് വിശാലമാക്കണം. ഇടുങ്ങിയ ചിന്താഗതി, ഇടുങ്ങിയ മെന്റാലിറ്റി നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു തുറന്ന പുസ്തകം, ഒരു സീക്രട്സും നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തി വെക്കരുത്. പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് സാഹചര്യം, വ്യക്തി എല്ലാം നോക്കി നമുക്ക് തുറന്ന് പറയാൻ കഴിയും. ഷെയറിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ സ്പഷ്ടമായിരിക്കണം. അപ്പൊ നമ്മുടെ വോക്കൽ കോഡ്, നമ്മുടെ സ്പീച്ച് സ്പഷ്ടമാകും. പറയേണ്ട കാര്യങ്ങൾ ശുദ്ധിയോടുകൂടി നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് ധരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഒരു മറയും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല. മറ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഭയം, അഥവാ നമുക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുക, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എത്ര സഫോക്കേറ്റഡ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. ഒന്ന് തുറന്ന് ചിരിക്കാനോ തുറന്ന് സംസാരിക്കാനോ ജനങ്ങൾക്കിടയിൽ നമുക്ക് പെരുമാറാനോ ഭയം ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ നടന്നാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഈ ഒരു വസ്ത്രം ധരിച്ചാൽ അവരെന്ത് എല്ലാത്തിനും ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതായത് ഞാനല്ലാതായിട്ട് മാറും. അപ്പൊ അത് പാടില്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഓരോ ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദൈവീകത, അതായത് ഡിവിനിറ്റി, അതാണ് 7 വെർച്യൂസ്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന 7 വെർച്യൂസ്. നമ്മുടെ ശരീരത്തിന് 5 തത്വങ്ങൾ, ശരീരത്തിന്റെ നിലനിൽപ്പിനായി 5 തത്വങ്ങൾ ആവശ്യമെന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വളരെ സുഗമമായി ജീവിക്കണമെങ്കിൽ, ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്, എങ്ങനെയോ ജീവിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഒരു ശാന്തി, സമാധാനം, സുഖം, സന്തോഷം, ആ ഒരു ഫീലിങ്സോടുകൂടി ഉള്ള ആയുസ് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു അഥവാ യോഗ ചെയ്യുന്നു അത്രയും ദീർഘായുസ് ഉണ്ടാകുമെന്ന്. 95 അതോ 100 വയസ്സ് പ്രായമുണ്ട്, ദുഃഖത്തിലാണ്, ഫീലിംഗിലാണ്, വേദനയിലാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു അനുഭവത്തിൽ ജീവിതം തള്ളി നീക്കുന്നതിനേക്കാളും ഉത്തമമല്ലേ 50ഓ 60ഓ വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിലും മെന്റലി ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിട്ട് നമ്മൾ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സജഷൻ ഇതാണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മൈൻഡ് എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കണം. നമ്മൾ പറയില്ലേ ഓപ്പൺ ഹാർട്ടഡ് ആയിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. സമയം, സാഹചര്യം, വ്യക്തികൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മളിലൊന്നും മറയുണ്ടാവും, സീക്രട്സ് ഒന്നും നമ്മുടെ ഉള്ളിൽ വെക്കുക. അതുകൊണ്ട് ഡെയിലി ക്ലീനിങ് നടക്കണം, നമ്മുടെ മനസ്സിന്റെ ക്ലീനിങ് നടക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈശ്വരനോട് നന്ദി പറഞ്ഞ് നമ്മൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങും. രാത്രി വേളയില് അന്ന് മുഴുവൻ ദിവസം എന്തെല്ലാം കണക്കുകളുണ്ട്, ആരോട് എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം കേട്ടു, ആരെന്നെ ഉപദ്രവിച്ചു, ആരെന്നെ നിന്ദിച്ചു, ആരെല്ലാം എന്നെ അവഗണിച്ചു, പലതും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളിട്ട് പ്രയാസപ്പെടുന്നുണ്ടാവും. അതെല്ലാം ഒരു കടലാസിൽ എഴുതി ഈശ്വരന്റെ സമക്ഷം വെക്കുക, ഫുള്ളായിട്ട് സമർപ്പിക്കുക. അതോടെ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. മറക്കേണ്ടത് മറക്കാനും പൊറുക്കേണ്ടവരെ പൊറുക്കാനും, അതായത് ഫൊർഗീവ് ചെയ്യേണ്ട ഫൊർഗീവ് ചെയ്യാനും പല കാര്യങ്ങളും മറക്കാനും ഇത് സഹായിക്കും. അപ്പോ മെന്റലി ഫിറ്റ് ആകും, അത് തന്നെയാണ് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി മാറ്റുക. അപ്പൊ നമ്മൾ ഈ എല്ലാ തോട്ട്സും നമ്മുടെ ഈ ഒരു ചെറിയ നോളേജിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ത്രോട്ട് ചക്രയെ ടോട്ടലി ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും സ്വസ്ഥമായി, ശാന്തമായി, ഏകാന്തമായ സ്ഥാനത്ത് റിലാക്സ് ചെയ്യുക. നമ്മൾ ഇന്ന്
വായുമുദ്രയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് അസ്തമ പോലുള്ള പല രീതിയിലുള്ള അലർജീസ് ഉണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി പവർ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വായുമുദ്രയെ പിടിക്കുക. മൈഗ്രെയിൻ സൈനസൈറ്റിസ് ഉള്ളവരാണെങ്കിൽ അവര് ആകാശമുദ്രയെ പിടിക്കുക. അപ്പോൾ വായുമുദ്രയെ പിടിക്കേണ്ടവർ വായുമുദ്രയെ പ്രാക്ടീസ് ചെയ്യുക. ആകാശമുദ്രയാണെങ്കിൽ ആകാശമുദ്രയെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എല്ലാവരും സ്വസ്ഥമായി തന്റെ ഇരു കൈകളും ഒന്നില്ലെങ്കിൽ വായുമുദ്രയിൽ പിടിക്കുക, അല്ലെങ്കിൽ ആകാശമുദ്രയിൽ പിടിക്കുക. ഇരു കൈകളും മുദ്രയുടെ ലെവലിലേക്ക് കൊണ്ടുവരിക. കാലുകൾക്ക് മുകളിലായി വെക്കുക. സ്വസ്ഥമായി ബോഡിയെ ടോട്ടലി റിലാക്സ് ചെയ്ത് വെക്കുക. ആദ്യം ഫുൾ ഫോക്കസ് ചെയ്യുക. ശ്വസന പ്രക്രിയയിലേക്ക് ആദ്യം തന്റെ മനസ്സ് കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം ഏകാന്തമാണെന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും നിശബ്ദമാണെന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ ഏകനായിരിക്കുന്നതായി ഫീൽ ചെയ്യുക. ശാന്തിയുടെ അന്തരീക്ഷത്തെ നിങ്ങൾ അനുഭൂതി ചെയ്യുക. മൂന്ന് പ്രാവശ്യം ഡീപ് ബ്രെത്ത് എടുക്കുക. അകത്തേക്ക് ഇൻഹേൽ ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ശാന്തിയുടെ നീല പ്രകാശം ഫുൾ ബോഡിയിൽ നിറയുന്നതായി അനുഭവം ചെയ്യും. അതുപോലെ എക്സേൽ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ വിഷാംശങ്ങളും കറുത്ത പുകയുടെ രൂപത്തിൽ പുറന്തള്ളപ്പെടുന്നതായി ഫീൽ ചെയ്യും. Let us start now. 1. Inhale. പ്രാണവായു അകത്തേക്ക് എടുക്കുക. അതോടൊപ്പം തന്നെ നീലവർണ്ണത്തിന്റെ ശാന്തിയുടെ ഊർജ പ്രവാഹം ഉണ്ടാകുന്നതായി ഫീൽ. ഹോൾഡ് ചെയ്യുക. കണ്ണുകൾ അടച്ചിരിക്കണം. എക്സേൽ. കറുത്ത പുകയുടെ രൂപത്തിൽ എല്ലാ വിഷാംശങ്ങളും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് ടൈം വീണ്ടും ഇൻഹേൽ. ഹോൾഡ് ചെയ്യുക. എക്സേൽ. Third time, inhale, hold ചെയ്യുക. Exhale. കണ്ണുകൾ തുറന്ന് റിലാക്സ് ചെയ്യും. കണ്ണുകൾ വ്യക്തമായി തുറക്കുക. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. ദ സെയിം പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മനസ്സും ബുദ്ധിയെയും
ഇരുപുരിക മധ്യേ ഫോക്കസ് ചെയ്യുക. ഇരുപുരികങ്ങൾക്ക് മധ്യേ സ്വയം തന്റെ ചൈതന്യ സ്വരൂപത്തെ വിഷ്വലൈസ് ചെയ്യുക. വെള്ളി നക്ഷത്രം പോലെ മിന്നിത്തിളങ്ങുന്ന ദിവ്യ സ്വരൂപത്തെ അനുഭൂതി ചെയ്യും. തന്റെ സത്യസ്വരൂപത്തെ, സത്യധർമ്മത്തെ അനുഭവം ചെയ്യും. ഞാൻ പീസ്ഫുൾ സോളാണ്. എന്റെ സ്വധർമ്മവും സ്വഭാവവും ശാന്തിയാണ്. ഈ സ്ഥിതിയിൽ തന്നെ ഞാൻ എൻ്റെ പഞ്ചതത്വ നിർമ്മിതമായ ഭൗതിക ദേഹത്തിൽ നിന്നും വേറിട്ട് എൻ്റെ പ്രകാശ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആസ്ട്രൽ ബോഡിയിലേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ എൻ്റെ ശരീരം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. വെളുത്ത പ്രകാശത്തിന്റെ ശരീരത്തിനകത്ത് 7 ഊർജ കേന്ദ്രങ്ങളെ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. മൂലാധാര ചക്രം ചുവന്ന നിറത്തിൽ, സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് നിറത്തിൽ, മണിപ്പുര ചക്രം ഗോൾഡൻ യെല്ലോ നിറത്തിൽ, അൻഹത ചക്രം ഇളം പച്ച നിറത്തിൽ, വിശുദ്ധി ചക്രം ആകാശ നീലിമയുടെ നിറത്തിൽ, ആജ്ഞാചക്രം ഇൻഡിഗോ നിറത്തിൽ, സഹസ്രാര ചക്രം വയലറ്റ് നിറത്തിൽ പ്രകാശിക്കുന്നതായി അനുഭവം ചെയ്യും. ഇപ്പോഴെന്റെ മനസ്സ് എൻ്റെ ആസ്ട്രൽ ബോഡി കണക്റ്റഡ് ആണ്. പതുക്കെ എൻ്റെ മനസ്സും ബുദ്ധിയെയും എൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ രചയിതാവായ പരമ്പൊരുളായ സുപ്രീം ലൈറ്റിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ പരമമായ തേജസ്സിനെ, പരമപ്രകാശത്തെ എൻ്റെ തലയ്ക്ക് മുകളിലായി വിഷ്വലൈസ് ചെയ്യാം. പരമപ്രകാശത്തിന്റെ ഊർജത്തിന്റെ പ്രഭാവലയത്തിനുള്ളിലാണ് ഞാൻ. സുപ്രീം ലൈറ്റിൽ നിന്നും സുപ്രീം എനർജി പ്രകാശത്തിന്റെ കിരണങ്ങളായി സഹസ്രാര ചക്രത്തിൽ കൂടി ആജ്ഞാചക്രത്തിൽ നിറയുന്നു. ആജ്ഞാചക്രത്തിൽ നിന്നും
ഊർജത്തിന്റെ പ്രവാഹം ശരീരത്തിന്റെ 7 ഊർജ കേന്ദ്രങ്ങളിലേക്ക് 7 നിറങ്ങളിലായി പ്രവഹിക്കുകയാണ്. ആജ്ഞാചക്രത്തിൽ നിന്നും നേരെ എന്റെ മൂലാധാര ചക്രത്തിൽ ശക്തിയുടെ ചുവന്ന രശ്മികൾ നിറഞ്ഞ് ആക്ടിവേറ്റ് ആയിരിക്കും. എന്റെ ലൈറ്റ് ബോഡി ചുവന്ന പ്രകാശത്താൽ പ്രഭയുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു. ടോട്ടൽ ബോഡി എനർജൈസ് ചെയ്യപ്പെടുകയാണ്. I am the powerful soul, powerful being. ആ ശക്തിയുടെ അനുഭൂതി ചെയ്യുക. ഇപ്പോഴെന്റെ മനസ്സ് പതുക്കെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ആജ്ഞാചക്രത്തിൽ നിന്നും പ്രവഹിക്കുന്ന സുപ്രീം എനർജി, പവിത്രതയുടെ ഊർജം ഓറഞ്ച് പ്രകാശത്താൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ നിറഞ്ഞ് ആക്ടിവേറ്റ് ആയിരിക്കും. എന്റെ ലൈറ്റ് ബോഡി ഓറഞ്ചിന്റെ പ്രഭാവലയത്തിൽ പ്രകാശിക്കുകയാണ്. I feel myself pure and powerful. പ്രകാശം നിറഞ്ഞ ടോട്ടൽ ബോഡി ഓറഞ്ച് നിറത്തിൽ പ്രകാശിക്കും. എന്റെ ഓരോരോ അവയവങ്ങളും പരിശുദ്ധിയുടെ ഊർജത്താൽ നിറയുകയാണ്. എന്റെ സങ്കല്പം, ദൃഷ്ടി, എന്റെ ആറ്റിറ്റ്യൂഡ്, വാക്ക്, കർമ്മം എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോഴെന്റെ മനസ്സ് മണിപ്പുര ചക്രത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ആജ്ഞാചക്രത്തിൽ നിന്നും സ്പിരിച്വൽ എനർജിയുടെ പ്രവാഹം ഗോൾഡൻ യെല്ലോ നിറത്തിൽ സുഖത്തിന്റെ ഊർജത്താൽ നിറഞ്ഞ് ആക്ടിവേറ്റ് ആയിരിക്കും. എന്റെ ബോഡി മുഴുവനുമായി ഗോൾഡൻ യെല്ലോ നിറത്താൽ പ്രകാശിക്കുകയാണ്. സുഖത്തിന്റെ അനുഭൂതിയിലാണ്. ശാരീരികമായും മാനസികമായും സുഖം അനുഭവപ്പെടുന്നു.
ഇപ്പോൾ മനസ്സ് അൻഹദാ ചക്രത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. ആജ്ഞാചക്രത്തിൽ നിന്നും ഊർജത്തിന്റെ പ്രവാഹം, സ്നേഹത്തിന്റെ ഇളം പച്ച നിറത്തിൽ രശ്മികളായി എന്റെ അൻഹദാ ചക്രത്തിൽ നിറയുകയാണ്. ഇളം പച്ച പ്രകാശം മുഴുവൻ പ്രകാശ ശരീരത്തിലേക്ക് ബാധിക്കുന്നു. എന്റെ ലൈറ്റ് ബോഡി പച്ച പ്രകാശത്താൽ നിറയുകയാണ്. I feel myself loveful being. എന്റെ മനസ്സിൽ യാതൊരു കണ്ടീഷൻസും ഇല്ല. എന്നിൽ നിന്നും ആത്മീയതയുടെ, സാഹോദര്യഭാവത്തിന്റെ അൺകണ്ടീഷണലായ സ്നേഹം പ്രവഹിക്കുന്നു. എന്റെ ശരീരത്തിലെ രക്തോട്ടം സുഗമമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സ് വിശുദ്ധി ചക്രയിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ആജ്ഞാചക്രത്തിൽ നിന്നും സുപ്രീം എനർജിയുടെ പ്രവാഹം ആകാശ നീലിമയുടെ നിറത്തിൽ ശാന്തിയുടെ പ്രകാശരശ്മിയാൽ നിറഞ്ഞ് ആക്ടിവേറ്റ് ആയിരിക്കും. എന്റെ ലൈറ്റ് ബോഡി ആകാശ നീലിമ പ്രകാശത്താൽ നിറയുകയാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I feel myself a peaceful being. ഞാൻ എൻ്റെ സത്യധർമ്മത്തിന്റെ അനുഭൂതി ചെയ്യുകയാണ്. വീണ്ടും ഞാൻ എൻ്റെ സ്വസ്ഥിതിയിലേക്ക്, സ്വസ്ഥാനത്തിലേക്ക് എൻ്റെ മനസ്സും ബുദ്ധി കേന്ദ്രീകരിക്കപ്പെടുന്നു. ആജ്ഞാചക്രം, അതാണ് എൻ്റെ സ്വസ്ഥാനം. ഇരുപുരുകങ്ങൾക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്ന ആത്മരാജാവാണ് ഞാൻ. ഭൗതികമായ ഈ ശരീരത്തിന്റെ തേരാളിയാണ് ഞാൻ. ഞാൻ ആത്മാ, സുപ്രീം ലൈറ്റിന്റെ എനർജിയാൽ പവർഫുൾ ആയിരിക്കും, ഊർജസ്വലനായിരിക്കും. എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. എന്നിലുള്ള അനേക വേദനകളുടെയും പ്രയാസങ്ങളുടെയും പരിസ്ഥിതികളുടെയും പരീക്ഷണങ്ങളുടെയും ഓർമ്മകളെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ എല്ലാ ഭാരങ്ങളിൽ നിന്നും ഞാൻ മുക്തനായിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വതന്ത്ര പക്ഷിയുടെ അനുഭൂതിയാണ് ഞാൻ ചെയ്യുന്നത്.
വളരെയധികം ഭാരരഹിതമായ ഫീൽ എനിക്കുണ്ടാകും. പരമാത്മാവിന്റെ ഊർജപ്രഭ വലയത്തിനുള്ളിൽ ഞാൻ സദാ സുരക്ഷിതനാണ്. ഈ ശ്രേഷ്ഠമായ അനുഭൂതി നൽകിയ രക്ഷകനായ ഈശ്വരനോട്, ആ സുപ്രീം പവറിനോട് മനസ്സുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും 2 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. പിന്നീട് ഇത് പ്രാക്ടീസ് ഡെയിലി 20 to 40 minutes ചെയ്തിരിക്കണം. അതിലൂടെ നല്ല രീതിയിൽ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം. സർവേശ്വരനോട് ഒരു പ്രാർത്ഥന, സദാ നിങ്ങളുടെ മനസ്സും അതുപോലെ ശരീരവും ആരോഗ്യപ്രദമായിരിക്കട്ടെ, ജീവിതം സന്തോഷത്താൽ നിറയട്ടെ. ഓം ശാന്തി.